അതെ, ഞാനൊരു കവിത എഴുതി, രാധാകൃഷ്ണന്മാരുടെ കവിതയാണ്. അപ്പോൾ അത് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു കവിതയാണ്. അപ്പം ഞാനത് പാടാൻ ശ്രമിച്ചിട്ടും എനിക്ക് അതിൻ്റെ ഒരു ഫീല്, അതോടെ ആ ഒരു തീവ്രതയോടെ പാടാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് കഠിന രാധാഭക്തനായിട്ടുള്ള രാധാറാണി എന്ന് വെച്ചാൽ രാധാറാണിയുടെ ദർശനം ലഭിച്ചിട്ടുള്ള ദിലീപ് സാറിനെ എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു രാധാകൃഷ്ണ കവിത എഴുതിയിട്ടുണ്ട്, രാധാറാണിയുടെ ഒരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് പാടിത്തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് സാറ് രാധാറാണിയുടെ കവിത ആയതുകൊണ്ട് പാടിത്തന്നു. അങ്ങനെ സാറ് പാടുകയാണ് ഈ കവിത. ഞാൻ എഴുതിയ കവിതയാണ്, സാറ് പാടുകയാണ്. രാധേ രാധേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ജയ് ശ്രീ രാധേ. എൻ്റെ കവിതയുടെ പേര് ശില്പയല്ല ഞാൻ. ഇതാണ് കവിതയുടെ പേര്. ഇത് പാടുന്നത് ദിലീപ് സർ ആണ്. രാധേ രാധേ ചാനൽ അവതരിപ്പിക്കുന്ന ദിലീപ് സർ. രാധേ രാധേ. ശില്പയല്ല ഞാൻ, ശില്പയല്ല ഞാൻ, രാധ കണ്ണനായി മാത്രം പിറന്ന രാധ. വൃന്ദാവനത്തിൽ കണ്ണൻ്റെ മാറിൽ വനമാലയായി ചാഞ്ഞുറങ്ങിയ രാധ. ജന്മാന്തരങ്ങളായി എന്നധരങ്ങൾ കണ്ണാം ഓടക്കുഴലായി നീ മീട്ടിയില്ലേ. നീ മുത്തിച്ചുവപ്പിച്ച ചുണ്ടുകൾ വിറകൊള്ളുന്നു കണ്ണാ, നീ എവിടെ? നീ മുത്തിച്ചുവപ്പിച്ച ചുണ്ടുകൾ നിന്നധര സ്പർശത്തിനായി വിറകൊള്ളുന്നു, നീ എവിടെ കണ്ണാ? രാധ ഞാൻ തനിച്ചുവിടല്ലേ. എത്ര ജന്മങ്ങൾ നിന്നോടത്ത് യമുനയിൽ ഞാൻ നീരാടിയില്ലേ. എൻ്റെ കണ്ണാ, എൻ്റെ കണ്ണാ, ഈ ജന്മം നീ എവിടെ? വിരഹിണി രാധ ഞാൻ, വിരഹിണി രാധ ഞാൻ, കാത്തിരിപ്പൂ നിനക്കായി, നിനക്കായി മാത്രം. ഈ രാധ തന്നുടലും മനവും നിനക്കായി മാത്രം, നിന്റെ സ്പർശത്താൽ മാത്രം കോരിത്തരിക്കാനായി രാധ, വിരഹിണി രാധ കാത്തിരിപ്പൂ. വരില്ലേ നീ, വരില്ലേ നീ, വരില്ലേ നീ കണ്ണാ?